കുറേ ആയിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നവരായിട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്തതൊക്കെ കണ്ടു. ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ നിങ്ങളൊക്കെ ട്രൈ ചെയ്തോ? നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ഇഫ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ വലിയ 3 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിലേക്ക് മസാല വലിയ പീസ് ആയതുകൊണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ചെറിയ ചിക്കനിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഗരം മസാല 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായിട്ടൊന്ന് മസാല രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് മസാലയൊക്കെ തേച്ചിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മസാല പിടിച്ചോളൂ കേട്ടോ. ഞാനിവിടെ 1 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണം. മയണൈസ് പോലെയുള്ള സോസാണ് കേട്ടോ. അപ്പോൾ മയണൈസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പുഴുങ്ങിയ മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വലിയ 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ചെറുതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുക്കാം. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്ലൈസ്ഡ് ചീസും ഒരു 2 നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയത്. കുറച്ചുകൂടെ തിക്നെസ് ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് വീണ്ടും അടിച്ചെടുത്താൽ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു പാൻ വയ്ക്കുക. വലിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ബട്ടറിലും ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് ഇതിലും ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ 3 പീസും വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണ്ട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലിടാൻ ശ്രദ്ധിക്കുക. എന്നാലും നന്നായിട്ട് കറക്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് വെന്ത് കിട്ടുള്ളൂ. ഏകദേശം ഒരു സൈഡൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കൊരു അൽഫാമിൻ്റെ ഒക്കെ ഒരു ലെവലിൽ ഈ ഒരു രീതിയിൽ ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞു പോകാൻ തോന്നിയപ്പോൾ ആ ഒരു പാനിൽ ഒട്ടി പിടിക്കുന്ന പാനായതുകൊണ്ട് ഒന്ന് പാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വെന്ത് വന്നതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ക്രീം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി. ചൂടോട് കൂടെ കഴിക്കണേ, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചൂടാറി കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂടോട് കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഈ ഒരു ക്രീം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇഫ ചിക്കൻ പൊളിയാണ് കേട്ടോ. നല്ല ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.